അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു മനോരമ ഹൊറൈസൺ. അപ്പോൾ നമ്മൾ ഇന്ന് 10ന്റെ 8ാമത്തെ ചാപ്റ്ററിൽ സോളിഡ്സിൽ നിങ്ങൾ എന്ത് പഠിച്ചു? നിങ്ങളിപ്പം സിലിണ്ടേഴ്സും മറ്റേ സ്ഫിയറിനും ഒക്കെ ഉള്ള ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിങ്ങനെ പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? ഇന്ന് കോണാണ് നമ്മളിന്ന് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോണിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, കോണിന്റെ സർഫസ് ഏരിയ, വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കോൺ എന്തിന്നാണ് അതായത് ബേസിക്കലി എവിടെ നിന്നാണ് നമ്മളൊരു കോൺ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിന്റെ മേക്കിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം നിത്യജീവിതത്തിൽ എന്ത് കണ്ടിട്ടുണ്ട്? കോണിക്കൽ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, കുറച്ചെണ്ണം PPT നോക്കിക്കേ, നമ്മൾ തന്നിട്ടുണ്ട് പാർട്ടി ഹാറ്റ് അല്ലെ? നമ്മുടെ പാർട്ടിയിലൊക്കെ വെക്കുന്ന ഹാറ്റ്, ഐസ്ക്രീം കോണുകൾ, ട്രാഫിക് കോണുകൾ ആൻഡ് ഫണൽസ് എല്ലാം എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? ഒരു കോണിക്കൽ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോൺസിന് എന്ത് യൂസും ഉണ്ട്? നമ്മുടെ റിയൽ വേൾഡിലും ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ. നോക്കിക്കേ, നമ്മൾ മേക്കിംഗ് ഓഫ് എ കോൺ ആണ് ഈ സെക്ഷൻ നോക്കുന്നത്. നോക്കിക്കേ, നമ്മൾ എന്തിൽ നിന്നാണ് ആദ്യം എടുത്തിരിക്കുന്നത്? എന്താ, ഒരു സർക്കിൾ ആണല്ലേ? സർക്കിളിന്റെ ഒരു സെക്ടർ ആണ് തന്നിട്ടുള്ളത്. ആ സെക്ടറിന് എന്തുണ്ട്? റേഡിയസ് ഉണ്ട്, ആർക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്. നോക്കിക്കേ, സർക്കിളിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണല്ലേ? ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഉണ്ടായ സർക്കിളിന്റെ റേഡിയസ്. ഇനി അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിട്ടിയ ഒരു പോർഷനെ നമ്മൾ റോളപ്പ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ റോളപ്പ് ചെയ്യുമ്പോൾ, സർക്കിളിന് കിട്ടിയ സെക്ടറിനെ റോളപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ കോൺ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ കോൺ ആകുമ്പം, സെക്ടർ കോൺ ആകുമ്പം അതിന്റെ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. റേഡിയസ് ആയിരുന്നു ഇത്. ഈ സൈഡ് എന്തായി? റേഡിയസ് ആയിരുന്നു. അതിങ്ങനെ കൂമ്പി വന്നപ്പോൾ എന്തായാലും റോളപ്പ് ചെയ്ത് വന്നപ്പോൾ എന്തായി? സ്ലാൻ ഹൈറ്റ് ആയല്ലേ? അതായത് ഈ ഒരു സൈഡ്, നമ്മുടെ റേഡിയസ് ആയിരുന്ന ഒരു സൈഡ് ചുരുണ്ടിങ്ങനെ വന്ന് റോളപ്പ് ചെയ്തപ്പോൾ അതെന്തായി? സ്ലാൻ ഹൈറ്റ് ആയി. ഇനി നോക്കിക്കേ, നമ്മുടെ ആർക്ക് ലെങ്ത്, അതാണ് പറഞ്ഞിരിക്കുന്നത്, റേഡിയസ് സ്ലാൻ ഹൈറ്റ് ആയിരുന്നു. ഇനി നോക്കിക്കേ, അടുത്ത ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് നമ്മളിങ്ങനെ ചുരുട്ടി വന്നപ്പോൾ എന്തായി? താഴെ ഒരു സർക്കിളായി. ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയി ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മുടെ ഹോൾ പ്രോബ്ലം മുന്നോട്ട് പോകുന്നത്. റേഡിയസ് എന്തായി? നമ്മുടെ സർക്കിൾ സെക്ടറിന്റെ റേഡിയസ് സ്ലാൻ ഹൈറ്റ് ആയി. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആയി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നമുക്കടുത്ത് ഒരു ഡെഫിനേഷനിലോട്ട് പോവാം. കോണിന്റെ ഡെഫിനേഷൻ എന്താണ്? കോൺ, a cone is a three-dimensional solid geometric shape having a circular base and a pointed edge at the top called the apex or vertex. എന്താ പറയുന്നത്? കോൺ എന്ന് പറയുന്നത് ഒരു 3-dimensional solid geometric shape ആണ് അല്ലെ? അതെ, എന്തുണ്ട് അതിന്? ഹാവിങ് എ സർക്കുലർ ബേസ്. നമ്മുടെ ബേസ് എന്താണ്? സർക്കിൾ അല്ലേ? അതാണ് പറഞ്ഞത് ഹാവിങ് എ സർക്കുലർ ബേസ് ആൻഡ് എ പോയിന്റഡ് എഡ്ജ് ഉണ്ടല്ലോ, ഈ കാണുന്നത്. അതെന്താണ്? അപ്പെക്സ് ഓർ വെർട്ടെക്സ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. ഒരു സർക്കുലർ ബേസും അപ്പെക്സും ഉള്ള ഒരു 3-dimensional സോളിഡ് ജോമെട്രിക് ഷേപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺ എന്ന് വിളിക്കുന്നത്. ഇനി ദ 3 elements ഓഫ് എ കോൺ ആർ ഇറ്റ്സ് റേഡിയസ്, ഹൈറ്റ് ആൻഡ് സ്ലാൻ ഹൈറ്റ്. എന്താണ് ഒരു കോണിന്റെ ബേസിക് ആയിട്ടുള്ള 3 elements എന്ന് പറയുന്നത്? ഹൈറ്റ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, സ്ലാൻ ഹൈറ്റ് ഉണ്ട്. ഈ ഫിഗറിൽ നോക്കിക്കേ, ഇവിടം തൊട്ട് അപ്പെക്സ് തൊട്ട് നമ്മുടെ സർക്കുലർ ബേസിന്റെ ഇവിടം വരെയുള്ള ലെങ്ത് ആണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. റേഡിയസ് എന്താണ്? നമ്മുടെ താഴെയുള്ള സർക്കിളിന്റെ റേഡിയസ്, അതിനെയാണ് എന്ന് പറയുന്നത് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓക്കെ, നമ്മുടെ സ്ലാൻ ഹൈറ്റ് എന്താണ്? നമ്മുടെ സെക്ടർ, സർക്കിളിന്റെ സെക്ടർ നമ്മൾ റോളപ്പ് ചെയ്തെടുത്തപ്പോൾ ഉണ്ടായ സൈഡാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്ലാൻ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ആ ഒരു ഐഡിയ മനസ്സിലുണ്ടല്ലോ അല്ലെ? അപ്പൊ നോക്കാം. ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 11 centimeters എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 degree ഈസ് കട്ട് ഔട്ട് ആൻഡ് മെയ്ഡ് ഇൻ ടു എ കോൺ. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഒരു സർക്കിളിന്റെ ഒരു സെക്ടർ ഉണ്ടായിരുന്നു. ആ സെക്ടറിന് എത്ര ആംഗിൾ ആണ്? 60 ഡിഗ്രിയിലാണ് കട്ട് ചെയ്തെടുത്തത്. റേഡിയസ് എത്രയാണ്? 11 centimeter ആണ് തന്നിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തു. ഇനി എന്താ പറഞ്ഞ? ഞാൻ മെയ്ഡ് ഇൻ ടു എ കോൺ. എന്താക്കി? അതിനെ ഒരു കോൺ ആക്കി അല്ലെ? ഇനി ചോദിക്കുന്നത് നോക്കിക്കേ, വാട്ട് ആർ ദ സ്ലാൻ ഹൈറ്റ് ആൻഡ് ബേസ് റേഡിയസ് ഓഫ് ദ കോൺ. അങ്ങനെ ഒരു കോൺ ഉണ്ടാക്കി. എന്ത് വെച്ചിട്ട്? നമ്മുടെ ഈ സെക്ടർ വെച്ചിട്ട് ഒരു കോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കോണിന്റെ സ്ലാൻ ഹൈറ്റും റേഡിയസും ആണ് നമുക്ക് അറിയേണ്ടത്. നോക്കിയേ, റേഡിയസ് ഇത്രയും ദൂരമാണ്, സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാം. എന്തറിയാം? നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ സെക്ടറിന്റെ റേഡിയസ് എന്താവുന്നെന്ന് നമ്മൾ കണ്ടു. സെക്ടറിന്റെ റേഡിയസ് റോളപ്പ് ചെയ്ത് വന്നപ്പോൾ സ്ലാൻ ഹൈറ്റ് ആയെന്ന് നമ്മൾ കണ്ടല്ലോ. കണ്ടു. ഇനി അടുത്ത് ആർക്ക് ലെങ്ത് എന്തായെന്ന് കണ്ടു. ആർക്ക് ലെങ്ത് സർക്കംഫറൻസ് ആയല്ലേ? ആർക്ക് ലെങ്ത് സർക്കംഫറൻസ് ആയി.
നോക്കിക്കേ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ലാൻ ഹൈറ്റും ബേസ് റേഡിയസും ആണ്. എളുപ്പത്തിൽ നോക്കിക്കേ. നമ്മുടെ റേഡിയസ് എന്തായിരുന്നു നമുക്കറിയാം, സ്ലാൻ ഹൈറ്റ് ആവും. അപ്പൊ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് 11 സെന്റിമീറ്റർ ആയിരുന്നു. അതപ്പം സ്ലാൻ ഹൈറ്റ് ആവുമ്പോ എന്ത് തന്നെയാണ്? ആ സെയിം തന്നെയല്ലേ വരിക, റേഡിയസിലെ സ്ലാൻ ഹൈറ്റ് ആയി മാറുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്മുടെ പുതിയ കോണിന്റെ നമ്മൾ ഉണ്ടാക്കിയ കോണിന്റെ സ്ലാൻ ഹൈറ്റ് എത്രയേ വരുള്ളൂ? എൽ അഥവാ സ്ലാൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് തന്നെ വരുള്ളൂ, അതായത് 11 സെന്റിമീറ്റർ. അടുത്ത് നോക്കിക്കേ, ബേസ് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് റേഡിയസ് കണ്ടുപിടിക്കാം. നോക്കിക്കേ, അതിനു മുമ്പ് വേറൊരു കാര്യം നോക്കിക്കേ. നമ്മുടെ ടോട്ടൽ സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് അല്ലെ. ടോട്ടൽ 360 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എത്ര ഡിഗ്രി കട്ടൗട്ട് ചെയ്തെടുത്തു? 60 ഡിഗ്രി നമ്മൾ കട്ടൗട്ട് ചെയ്തെടുത്തു. അതായത് നമ്മുടെ ആറിലൊന്ന് ഭാഗം എടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? കോൺ ഉണ്ടാക്കിയത്. ഈ ഹോൾ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് നമുക്കറിയാം? 11 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ആ 11 സെന്റിമീറ്ററിന്റെ ആറിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു സെക്ടറിന്റെ അത് വെച്ചുണ്ടാക്കുന്ന കോണിന്റെ റേഡിയസ് എന്ത് വരും? ആ ഹോൾ സർക്കിളിന്റെ റേഡിയസിന്റെ ആറിലൊന്നല്ലേ വരുള്ളൂ. അതെ. അപ്പൊ 11 ഇൻറ്റു 1/6 എത്ര വരും? 1.833333 വരും അല്ലെ. അതിനെ അപ്രോക്സിമേറ്റ് ചെയ്താൽ 1.83 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു അതിന് കാരണം? എന്താ? നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന് പ്രൊപ്പോർഷണൽ അല്ലേ? അതുപോലെ റേഡിയൈ എന്ന് പറയുന്നത് സർക്കംഫറൻസിന് പ്രൊപ്പോർഷണൽ അല്ലേ? ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ പറയുന്നത് എന്താണ്, ആ ടോട്ടൽ 360 ഡിഗ്രിന്ന് 60 ഡിഗ്രി നമ്മൾ എടുത്തു. 60 ഡിഗ്രി എടുത്ത് ആ 60 ഡിഗ്രി ആറിലൊന്ന് ഭാഗമാണ് നമുക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ടോട്ടൽ റേഡിയസിന്റെ ആറിലൊന്ന് ഭാഗം എടുത്താൽ അതായിരിക്കും എന്ത്? നമ്മുടെ കോണിന്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. നോക്കിക്കേ. മിയ യൂസസ് എ തിക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പ്രിപ്പയർസ് എ ബർത്ത്ഡേ ഹാറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ. എന്ത് ചെയ്തു മിയ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ബർത്ത്ഡേ ഹാറ്റ് കോണിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി. റേഡിയസ് ഓഫ് ദ ക്യാപ്പ് ഈസ് 1.5 മീറ്റർ ആൻഡ് ദ ഹൈറ്റ് ഈസ് 2 മീറ്റർ. ഹൗ ക്യാൻ ഷീ ഫൈൻഡ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദ ഹാറ്റ്? എന്താ പറയുന്നത്? റേഡിയസ് ഓഫ് ദ ക്യാപ്പിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര? 1.5 മീറ്റർ ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ്. എങ്ങനെയാണ് സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പൊ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ അതിനു മുമ്പ് നിങ്ങൾ ഈ ഇതിൽ ഫിഗറിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഫിഗറിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾക്കൊരു എന്ത് കാണാൻ പറ്റുന്നുണ്ട്? റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ഇതെന്താ നമുക്കറിയാം? എച്ച് ആണെന്നറിയാം, ഇത് ആർ ആണെന്നറിയാം, ഇത് എൽ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാമല്ലോ. എന്തായിരുന്നു പൈതഗോറസ് തിയറം? നമ്മുടെ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ എന്ത് വരും? ഹൈപ്പോട്ടേനിയസിന്റെ സ്ക്വയർ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മുടെ അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയർ, അതായത് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ വരുമല്ലോ. അപ്പം ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ പാർട്ടി ഹാറ്റിലും യൂസ് ചെയ്യാമല്ലോ. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്, ഇവിടെ റേഡിയസ് ആർ ഉണ്ട്, എച്ച് ഉണ്ട്, സ്ലാൻ ഹൈറ്റ് ഉണ്ട്. എന്ത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്? എച്ചും ആറും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ. സ്ലാൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അപ്പം സ്ലാൻ ഹൈറ്റ് എൽ ഈസ് ഈക്വൽ ടു എത്ര വരും? റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇനി എച്ച് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് 2 മീറ്റർ ആണെന്നാണ് തന്നിട്ടുള്ളത്. ആർ എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? 1.5 മീറ്റർ ആണെന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എൽ എന്ത് വരും? റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ എത്രയാ? 2 സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 1.5 ഹോൾ സ്ക്വയർ. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 1.5ന്റെ സ്ക്വയർ എത്രയാ? 2.25 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6.25 വരും. 6.25 ആരുടെ സ്ക്വയറാ? 2.5ന്റെ സ്ക്വയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ സ്ലാൻ ഹൈറ്റ് എന്തെന്ന് കിട്ടി? ആ സ്ലാൻ ഹൈറ്റ് എൽ ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാമല്ലോ. ഇതും ഒന്ന് മൈൻഡ് വെച്ചേക്കുക. നമ്മുടെ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല. ഇനി നോക്കിക്കേ, പ്രോബ്ലത്തിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫോർമുലാസ് ഒന്ന് നോക്കാൻ പോവാണ്. അപ്പൊ ഫോർമുലാസ് നോക്കാം. ആദ്യത്തെ എന്താ? ബേസ് പെരിമീറ്റർ ഓഫ് കോൺ. കോണിന്റെ ബേസ് എന്താണ്? ബേസിക്കലി സർക്കിൾ ആണ് അല്ലെ. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr അല്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. ബേസ് പെരിമീറ്റർ ഓഫ് കോൺ എന്ത് വരും? 2πr വരും. അടുത്ത് ബേസ് ഏരിയ ഓഫ് എ കോൺ. ബേസ് ആരാ? സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ എന്താണ്? πr സ്ക്വയർ ആണ്. അപ്പൊ ബേസ് ഏരിയ ഓഫ് എ കോൺ πr സ്ക്വയർ ആണ്. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോണും സർഫസ് ഏരിയ ഓഫ് എ കോണും നോക്കിക്കേ. നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം.
ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മളൊരു ഹാറ്റ് എടുക്കുവാണെങ്കിൽ ഹാറ്റിന് താഴെ ഭാഗത്തുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് എംപ്റ്റി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് മാത്രം മതി? ആ ഒരു വളഞ്ഞിരിക്കുന്ന റോളപ്പ് ചെയ്ത പോർഷൻ മാത്രം മതിയല്ലോ. അതാണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. അതായത് നമ്മുടെ ഈ ഒരു ചുറ്റും കാണുന്ന ഇത്രയും ഏരിയനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി താഴെ കാണുന്ന ഇതെന്താണ്? അതും കൂടെ ചേർത്താൽ ബേസും കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ കൂടുന്നതാണ് എന്ത്? നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഹാറ്റിന്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? താഴ്ഭാഗം എംപ്റ്റി അല്ലേ, അപ്പൊ നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി നോക്കിക്കേ, നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാവുള്ളൂ? നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും കൂടെ കൂടി രണ്ടും കൂടെ കണ്ടുപിടിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ പൈ ആർ എൽ ആണ്. അതാണ് എപ്പോഴും ഓർത്ത് വെക്കുക. കർവ്ഡ് സർഫസ് ഏരിയ ആണ് എന്ത്? പൈ ആർ എൽ. ഇനി നോക്കിക്കേ, നമുക്ക് നോക്കിക്കേ, സർഫസ് ഏരിയ ആണെങ്കിലോ, സർഫസ് ഏരിയ ആണെങ്കിൽ രണ്ടും വേണ്ടേ? ബേസിന്റെ ഏരിയയും വേണം, കർവ്ഡ് സർഫസ് ഏരിയയും വേണം. ബേസ് ആരായിരുന്നു? സർക്കിൾ ആയിരുന്നു. സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അതും വേണം. കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ നോക്കിക്കേ, സർഫസ് ഏരിയ ഓഫ് എ കോൺ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. അതിനെ എങ്ങനെ എഴുതാം? പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ എന്ന് എഴുതാൻ പറ്റും. അടുത്ത് നോക്കിക്കേ, വോളിയം ആണെങ്കിലോ, വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം എന്തായിരുന്നു? പൈ ആർ സ്ക്വയർ എച്ച് അല്ലായിരുന്നോ? അപ്പൊ പൈ ആർ സ്ക്വയർ, അതിന്റെ 1/3 ആരുടെ? കോണിന്റെ വോളിയം. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ കോണിന്റെ വോളിയം. ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. നോക്കിക്കേ, ഫൈൻഡ് ദ വോളിയം ഓഫ് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 6 സെന്റിമീറ്റേഴ്സ്. എന്ത് തന്നിട്ടുണ്ട്? ബേസ് റേഡിയസ് 6 തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എച്ച് തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മളിപ്പോ കണ്ടു. ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാ? 5 ആണ്. 5ന്റെ സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാ? 6 ആണ്. ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു 25 ഇൻറ്റു 6 വരും. എത്ര വരും? 25 ഇൻറ്റു 6. 25 ഇൻറ്റു 6 150 വരും. 150/3 എത്ര വരും? 50 വരും. അപ്പൊ 50 പൈ വോളിയം അല്ലേ, അപ്പൊ എന്ത് വരും? ക്യൂബിക് സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പം വോളിയം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, യൂണിറ്റ് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇത് എത്ര വന്നു? ഈ ഒരു കോണിന്റെ വോളിയം, അതായത് 5 സെന്റിമീറ്റർ റേഡിയസും 6 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു കോണിന്റെ വോളിയം എത്ര വന്നു? 50 പൈ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് വന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗീവ് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൂടെ എഴുതണം? ഇതിനെ 50 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആൻസറും കൂടെ എഴുതാൻ ശ്രദ്ധിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 6 സെന്റിമീറ്റർ? ഓക്കെ, എന്ത് ചോദിച്ചിട്ടുള്ളത്? സർഫസ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ആണോ? അല്ല, വെറും സർഫസ് ഏരിയ ആണ്. ഓക്കെ, ബേസ് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താണ്? റേഡിയസ് ആണ് എല്ലായിടത്തും ആവശ്യം അല്ലെ. ഹൈറ്റ് തന്നിട്ടുണ്ട്. അത് വെറും ഹൈറ്റ് ആണോ സ്ലാൻ ഹൈറ്റ് ആണോ? സ്ലാൻ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ എടുത്ത് തന്നിട്ടുണ്ടാവും സ്ലാൻ ഹൈറ്റ് എന്ന്. വെറും ഹൈറ്റ് ആണെങ്കിൽ മാത്രമേ ഹൈറ്റ് എന്ന് തരുള്ളൂ. അപ്പൊ നോക്കിക്കേ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സർഫസ് ഏരിയ ഓഫ് എ കോൺ കണ്ടുപിടിക്കണം. സർഫസ് ഏരിയ ഓഫ് എ കോണിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചു. സർഫസ് ഏരിയ ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ അല്ലേ. അപ്പൊ താഴത്തെ ഏരിയ എത്രയാണ്? പൈ ആർ സ്ക്വയർ. കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? പൈ ആർ എൽ. നമുക്ക് എന്തൊക്കെ അറിയാം? ഡയമീറ്റർ 5 ആണെന്ന് അറിയാം. ഡയമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് എത്ര വരും? 5/2 ഈസ് ഈക്വൽ ടു 2.5 സെന്റിമീറ്റർ അല്ലേ വരുള്ളൂ. അതെ. അടുത്ത് നോക്കിക്കേ, ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ആറും എച്ചും ആണോ വേണ്ടത്? അല്ല, ആറും എല്ലും ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എല്ല് കണ്ടുപിടിക്കാലോ. എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഇംപ്ലൈസ് എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ എത്ര വരുന്നു? 6 സ്ക്വയർ വന്നു, പ്ലസ് നമ്മുടെ ആറിന്റെ സ്ക്വയർ എത്ര വന്നു? 2.5 സ്ക്വയർ വന്നു. എത്ര വന്നു? 6 സ്ക്വയർ പ്ലസ് 2.5 സ്ക്വയർ 42.25 വന്നല്ലേ. റൂട്ട് ഓഫ് 42.25 എത്ര വരും? 6.5 സെന്റിമീറ്റർ. അതായത് നമ്മുടെ സ്ലാൻ ഹൈറ്റ് എത്രയെന്ന് കിട്ടി? 6.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സർഫസ് ഏരിയ കണ്ടുപിടിക്കാലോ. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഏരിയ, നമ്മുടെ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. പൈ ആർ സ്ക്വയർ കണ്ടുപിടിക്കാം. എത്ര വരും? പൈ ഇൻറ്റു ആർ എത്രയായിരുന്നു? 2.5 ആണ്. 2.5ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? 6.25 പൈ വരും അല്ലെ. പൈ സ്ക്വയർ സെന്റിമീറ്റർ വരും. ഇനി പൈ ആർ എൽ ആണെങ്കിലോ?
പൈ ആർ എൽ ആണെങ്കിൽ പൈ ഇൻറ്റു ആർ എത്ര വന്നു? റേഡിയസ് എന്ന് പറയുന്നത് 2.5 ആയിരുന്നു വന്നത്. ഇനി എൽ എത്രയാണ് കിട്ടിയത്? 6.5 ആണ് വന്നത്. അപ്പൊ ഇത് ടോട്ടൽ എത്ര വരും? 16.25 പൈ വന്നല്ലേ? ഇനി നോക്കിക്കേ, നമ്മുടെ ടോട്ടൽ നമുക്ക് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പൈ ആർ സ്ക്വയർ കണ്ടുപിടിച്ചു, പൈ ആർ എല്ലാം കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 6.25 പൈ പ്ലസ് 16.25 പൈ എത്ര വരും? 22.5 പൈ വരും അല്ലേ? അപ്പൊ നോക്കിക്കേ, ടോട്ടൽ സർഫസ് ഏരിയ എത്ര വന്നു? 22.5 പൈ വന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. റയാൻ വാസ് ക്യാമ്പിംഗ് ഓവർ ദ വീക്കെൻഡ്. There he observes a conical tent and approximates that the height of the tent is 3 times the radius of the tent. Help Ryan to find the approximate wall of the tent if the radius is 6 meters. എന്ത് കണ്ടു റയാൻ ക്യാമ്പിന് പോയപ്പം, വീക്കെൻഡിൽ ക്യാമ്പിന് പോയപ്പം അവിടെ ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ടെന്റ് കണ്ടു. ഓക്കെ, ആ ടെന്റ് എന്താ തന്നിട്ടുള്ളത്? ടെന്റിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? ടെന്റിന്റെ റേഡിയസ് 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ടോ? ഹിന്റ് തന്നിട്ടുണ്ട് അല്ലെ? ഹൈറ്റ് ഈസ് 3 ടൈംസ് ഓഫ് റേഡിയസ്. അതായത് ഹൈറ്റ് എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 6 18 മീറ്റർ വരും അല്ലെ? അങ്ങനെയാണ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? വോളിയം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കോണിക്കൽ ഷേപ്പിലുള്ള ടെന്റ് ആയതുകൊണ്ട് വോളിയം ഓഫ് കോൺ എത്ര വരും? 1/3 × പൈ ആർ സ്ക്വയർ എച്ച് വരും. ഇസ് ഈക്വൽ ടു 1/3 × പൈ ഇൻറ്റു ആർ എത്രയാണ്? 6 ആണെന്ന് അറിയാം. 6 സ്ക്വയർ എച്ച് എത്ര വന്നു? 18 വന്നു. ഇത് എത്ര വന്നു? 1/3 × പൈ ഇൻറ്റു 36 × 18 വരും അല്ലേ? അത് എത്ര വരും? 216 പൈ ക്യൂബിക് മീറ്റർ വരും അല്ലേ? ക്യൂബിക് മീറ്റർ വരുന്നതാണ് എന്ത്? നമ്മുടെ റയാൻ കണ്ടുപിടിച്ച ടെന്റിന്റെ വോളിയം എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ സെക്ടർ ഈസ് ഫോൾഡഡ് ഇൻ സച്ച് എ വേ ആസ് ടു ഗെറ്റ് എ കോൺ. റേഡിയസ് ഓഫ് ദ സെക്ടർ ഈസ് 12 സെന്റിമീറ്റർ. സെന്റർ ആംഗിൾ ഈസ് 120 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ്. നോക്കിക്കേ, എന്താ തന്നിട്ടുള്ളത്? ഒരു സർക്കിളിന്റെ ഒരു സെക്ടർ തന്നിട്ടുണ്ട്. സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ സെക്ടറിന്റെ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആണ്. അതിന്റെ റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? അതിനെ നമ്മൾ റോളപ്പ് ചെയ്തിട്ട് കോൺ ആക്കിയാൽ അതിന്റെ റേഡിയസും സ്ലാന്റ് ഹൈറ്റും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. നോക്കിക്കേ, നമ്മുടെ അതിനെ ഒരു കോണാക്കി മാറ്റി. അതിനെ ഒരു കോണാക്കി മാറ്റിയാല് സർക്കിളിന്റെ റേഡിയസ് എന്ത് തന്നെ വരും? സർക്കിളിന്റെ റേഡിയസും ഉണ്ട്, സ്ലാന്റ് ഹൈറ്റും ഉണ്ട് അല്ലേ? ഇനി നോക്കിക്കേ, നമ്മുടെ സർക്കിളിന്റെ റേഡിയസിനെ റോളപ്പ് ചെയ്യുമ്പോൾ റേഡിയസ് എന്താവുന്ന പറഞ്ഞിട്ടുള്ളത്? റേഡിയസ് സ്ലാന്റ് ഹൈറ്റ് ആവുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ അത് എന്തായിട്ട് വരും? പുതിയ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ തന്നെയല്ലേ വരുള്ളൂ. സ്ലാന്റ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ടോട്ടൽ സർക്കിളിന്റെ സെക്ടർ എടുത്തിരിക്കുന്ന എത്ര സെൻട്രൽ ആംഗിൾ ഉള്ളതാണ്? 120 ഡിഗ്രി ആണ് അല്ലെ? 120 ഡിഗ്രി ഓഫ് 360 ഡിഗ്രി ഇൻറ്റു 2πr ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, 120/360 എത്ര വരും? 3 ആണല്ലേ? 120/360 3 വരും ഇൻറ്റു 2π ഇൻറ്റു ആർ എത്രയാ? ആറ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റേഡിയസ് 12 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 12 എടുക്കുന്നു. അപ്പൊ നോക്കാം, 12 × 2 എത്ര വരും? 24π/3 ആണ് വരുന്നത്. അപ്പൊ എത്ര വരും? 8π വരും അല്ലെ? നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇത് 8π എന്ന് കിട്ടി. അതായത് നമ്മുടെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്ന 2πr എത്ര കിട്ടി? 8π കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് r കണ്ടുപിടിക്കാലോ. എന്ത് വരും? r ഈസ് ഈക്വൽ ടു 8π/2π. പൈയും പോയി 8/2 എത്ര വന്നു? 4 വന്നു അല്ലെ? 4 സെന്റിമീറ്റർ വരും. അപ്പൊ നമ്മുടെ ബേസ് റേഡിയസ് എത്ര കിട്ടി? അത് നമ്മുടെ കോണിന്റെ റേഡിയസ് 4 എന്നും കിട്ടി. സ്ലാന്റ് ഹൈറ്റ് എത്രയെന്നും വന്നു? 12 എന്നും വന്നു. അടുത്ത പ്രോബ്ലം നോക്കിക്കേ. എ കോൺ ഷേപ്ഡ് ഫയർ വർക്ക് ഈസ് ഓഫ് ബേസ് ഡയമീറ്റർ. എന്താ പറയുന്ന? ഒരു കോൺ ഷേപ്ഡ് ഫയർ വർക്ക് ഉണ്ട്. അതിന്റെ ബേസ് ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ്
12 ആണെന്ന് തന്നിട്ടുണ്ട്. 1000 such fireworks are to be wrapped in a color paper. അങ്ങനെയുള്ള 1000 ഫയർ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ പേപ്പറിൽ പൊതിയാൻ പോകുന്നത്. പ്രൈസ് ഓഫ് പേപ്പർ ഈസ് 3 rupees പെർ സ്ക്വയർ മീറ്റർ. എന്താണ്, സ്ക്വയർ മീറ്ററിന് 3 രൂപ വെച്ചാണ് ഒരു പേപ്പറിന്റെ വില. അങ്ങനെയാണ് വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് റാപ്പിംഗ്. ഇങ്ങനെ റാപ്പിങ്ങിന്റെ കേസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം, ആ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കണം കേട്ടോ. കാരണം എന്താ, നമ്മുടെ ഫുള്ളായിട്ടല്ല റാപ്പ് ചെയ്യുന്ന കർവ്ഡ് സർഫസ് ഏരിയ മാത്രമാണ് എന്തെടുത്താൽ മതി, പൈആറിൽ എടുത്താൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുമ്പോൾ എന്തും കൂടെ എടുക്കണം, പൈആർ സ്ക്വയർ പ്ലസ് പൈആർ എല്ലും കൂടെ എടുക്കണം. നോക്കിക്കേ, നോക്കാം. അപ്പം ഇവിടെ നമുക്ക് എന്താ എഴുതാൻ പറ്റും, റേഡിയസ് എഴുതാൻ പറ്റും. ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര വരും, 10/2 = 5 സെന്റിമീറ്റർ വരും. ഇനി ഹൈറ്റ് എച്ച് എത്ര വരും, 12 സെന്റിമീറ്റർ വരും. എത്ര എണ്ണമാണ് ഉള്ളത്, 1000 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നു, പൈ ആർ സ്ക്വയർ, ബേസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. എത്ര വരും, പൈ × 5 സ്ക്വയർ വരും, = 25 പൈ വരും. ഇനി പൈ ആർ എല്ല് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ നോക്കിക്കേ, നമുക്ക് എല്ല് തന്നിട്ടുണ്ടോ, ഇല്ല. എല്ല് എങ്ങനെ കണ്ടുപിടിക്കാം, L square is equal to H square plus R square ആണെന്ന് അറിയാം. അങ്ങനെയാണ് L is equal to root of H square എത്ര വരും, 12 square plus R square എത്ര വരും, 5 square is equal to root of 12 square 144 plus 5 square 25 is equal to root of 169 is equal to root 169 13 അല്ലേ. അപ്പം L എത്ര വന്നു, 13 സെന്റിമീറ്റർ വന്നു. അങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്, 5 ആണ്, ഇൻറ്റു L എത്രയാണ്, 13 ഇപ്പൊ കിട്ടി. അങ്ങനെയാണ് എന്ത് വന്നു, പൈ ആറിൽ നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ എത്ര വന്നു, 65 പൈ വന്നല്ലേ. 65 പൈ ആണ് നമ്മുടെ പൈ ആർ എൽ എന്ന് പറയുന്ന കർവ്ഡ് സർഫസ് ഏരിയയുടെ. പൈ ആർ സ്ക്വയർ 25 പൈയും വന്നു. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ത് എഴുതാം, ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 65 പൈ പ്ലസ് 25 പൈ ഈസ് ഈക്വൽ ടു 90 പൈ. എന്താണ് സർഫസ് ഏരിയ അല്ലേ, ഇപ്പൊ സ്ക്വയർ സെന്റിമീറ്റർ വന്നു. ഇനി ഒരു പേപ്പർ, നമ്മുടെ ഒരു പേപ്പർ പൊതിയാൻ ആവശ്യമായ സർഫസ് ഏരിയ ആണ് എന്ത്, 90 പൈ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് 1000 സച്ച് പേപ്പേഴ്സ്, 1000 സച്ച് ഫയർ വർക്ക്സ് ആണ് നമുക്ക് റാപ്പ് ചെയ്യേണ്ടത്. അപ്പൊ 1000 എണ്ണത്തിന്റെ ആണെങ്കിലോ, ഫോർ n is equal to 1000 എന്ത് വരും, നമുക്ക് 90 പൈനെ നമ്മൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 1000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കിക്കേ, സ്ക്വയർ മീറ്ററിനാണ് 3 രൂപ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെന്റിമീറ്ററിലോട്ട് മാറ്റണ്ടേ. ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് 100 × 100 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതായത് 10,000 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു സ്ക്വയർ മീറ്റർ. അങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, 90 × 1000 by 10,000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ. നോക്കി, ഇനി പൈക്കും കൂടെ വാല്യൂ കൊടുത്താൽ എന്ത് വരും, 90 × 3.14 × 1000 by 10,000 വരും അല്ലേ. ഈസ് ഈക്വൽ ടു എത്ര വരും, 28.26 സ്ക്വയർ മീറ്റർ വരും. ഓക്കെ, നോക്കിയേ, സ്ക്വയർ സെന്റിമീറ്ററിൽ 90 പൈ സ്ക്വയർ സെന്റിമീറ്റർ കിട്ടി. സ്ക്വയർ മീറ്റർ ആയപ്പോൾ 28.26 സ്ക്വയർ മീറ്റർ കിട്ടി. ഇനി നോക്കിയേ, നമ്മുടെ ഒരു സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, 3 രൂപയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 28.26 സ്ക്വയർ മീറ്ററിന് നമുക്ക് എന്താ ഇവിടെ എഴുതാം, സ്ഥലമില്ലാത്തതുകൊണ്ട്. നോക്കി, 28.26 സ്ക്വയർ മീറ്ററിന് നമുക്ക് എത്ര വരും, ഒരു സ്ക്വയർ മീറ്ററിന് 3 രൂപ. അങ്ങനെയാണ് 28.26 സ്ക്വയർ മീറ്ററിന് 28.26 × 3 എത്ര വരും, 84.78 വരും. ഒരു സ്ക്വയർ മീറ്ററിന് 3 രൂപ ആയതുകൊണ്ട് 28 സ്ക്വയർ മീറ്റർ വരും. അപ്പൊ എത്ര വരും, 84.78 റുപ്പീസ് വരും. ഓക്കെ, ഇനി നോക്കിക്കുക, നിങ്ങൾക്ക് ഒരു ക്വിസ് ടൈം ആയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് റിസംബിൾസ് എ കോൺ ഷേപ്പ്. നമ്മൾ ഇത്രയും നേരം കോൺ ഷേപ്പിലുള്ള കുറെ ഒബ്ജക്ട്സ് കണ്ടു, കോണിനെ പറ്റിയുള്ള ഫോർമുലാസ് പഠിച്ചു, എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് കണ്ടു, എല്ലാം കണ്ടല്ലേ. എന്തായിരുന്നു, കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ ആണ്. അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ചുമ്മാ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കാതെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിൽ നിൽക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് റിസംബിൾസ് എ കോൺ ഷേപ്പ്. കോൺ ഷേപ്പിലുള്ള എന്തൊക്കെയാണ്, ഇത് നോക്കിക്കേ, ഇതെന്താണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ ഇതാണോ, അല്ല. അടുത്ത് നോക്കിയേ, ഇതൊരു കോൺ ഷേപ്പിലുള്ള ഇതല്ലേ, ഡെക്കറേഷൻ അല്ലേ. അപ്പൊ ഇതാണ്. നോക്കിക്കേ, ഐസ്ക്രീം കോണിക്കൽ ഷേപ്പ് അല്ലേ. അതെ, ഇത് നോക്കിക്കേ, ഇതൊരു ക്യൂബ് ഷേപ്പിലുള്ള ബോക്സ് ആണല്ലേ. അപ്പൊ ഇതും അല്ല. അപ്പം ഇത് രണ്ടുമാണ് എന്ത്, നമ്മുടെ കോൺ ഷേപ്പ് റിസംബിൾ ചെയ്യുന്ന ഒബ്ജക്ട്സ്. ദ വോളിയം ഓഫ് എ കോൺ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ വോളിയം ഓഫ് എ
ഡാഷ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഒരു ഇത് സിലിണ്ടർ കണ്ടപ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആണ് ആരുടെ വോളിയം? കോണിന്റെ വോളിയം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം വോളിയം ഓഫ് എ കോൺ നമുക്ക് ആരുടെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും? വോളിയം ഓഫ് എ സിലിണ്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ എന്തൊക്കെ കണ്ടു? എങ്ങനെയാണ് കോൺ ഉണ്ടാക്കുന്നത്? നമ്മൾ ആദ്യം എടുത്തൊരു സർക്കിളിന്റെ കട്ട് ചെയ്തൊരു സെക്ടർ എടുത്തു. ആ സെക്ടറിന്റെ റേഡിയസ് എന്തായി? കോണായി മാറിയപ്പോൾ റേഡിയസ് സ്ലാൻ ഹൈറ്റ് ആയി മാറിയെന്ന് കണ്ടു. അതുപോലെ ആർക്ക് ലെങ്ത് ഉണ്ടായിരുന്നു. ആർക്ക് ലെങ്ത് എന്തായി? സർക്കംഫറൻസ് ഓഫ് ദ ബേസ് സർക്കിൾ ആയി. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടു? ഏരിയയും വോളിയം കണ്ടുപിടിക്കാൻ, കോണിന്റെ ഏരിയയും വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് കണ്ടു. ബേസ് പെരിമീറ്റർ എത്രയായിരുന്നു? 2πr ആണ്. ബേസ് ഏരിയ എത്രയായിരുന്നു? πr² ആണ്. അങ്ങനെയാണ് കർവ്ഡ് സർഫസ് ഏരിയ πr_L ആയിരുന്നു. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? πr² പ്ലസ് πr_L ആയിരുന്നു കണ്ടു. പിന്നെന്താ കണ്ടത്? വോളിയം കണ്ടു അല്ലേ? 1/3 πr²h കണ്ടു. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടു. ആപ്ലിക്കേഷൻ ഓഫ് കോൺ ഇൻ റിയൽ ലൈഫ് എന്തൊക്കെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടു. അത് വെച്ചിട്ട് നമുക്ക് ടെന്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ പാർട്ടി ഹാറ്റുകൾ വരുന്നു, അങ്ങനത്തെയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന കോണുകളും, അതുപോലെ തിരിച്ച് കോണിൽ നമ്മൾ സെക്ടറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. Manorama Horizon, learning made simple.